ശബരിമല സന്നിധാനത്തിന് മുകളിൽ കൂടി ഹെലികോപ്റ്റർ പറന്ന കേസിൽ വ്യോമപാതയുടെ വിവരം തേടിയിരിക്കുകയാണ് പോലീസ്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നാണ് വിവരം തേടിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചും പത്തനംതിട്ട SP വിവരം തേടിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും സമാന്തര അന്വേഷണം ആരംഭിച്ചു. ആകാശം മേഘാവൃതമായതിനാൽ ദിശ മാറാൻ കാരണമായി എന്നതാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ പോലീസും കോസ്റ്റ് ഗാർഡും വെവ്വേറെ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. എന്താണ് അറിയാനാകുന്നത്? ഇതിലൊരു അവസാന തീരുമാനത്തിലേക്ക് എപ്പോൾ എത്തും ഹരി? സ്മൃതി, ഇതിനകത്ത് ഹൈക്കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പരിശോധിക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഒരു നടപടിക്ക് നിർദ്ദേശിക്കുക. അതായത് ADGP S. ശ്രീജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട്, അതായത് ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടെന്നുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഇത് വേനൽക്കാല അവധി കഴിഞ്ഞ ശേഷം ഹൈക്കോടതിക്ക് സമർപ്പിച്ച് ഹൈക്കോടതി ഇത് പരിഗണിച്ചായിരിക്കും തുടർ നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ ഇതിനിടയ്ക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ കൂടി റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറാനാണ് ADGP നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട SP ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പത്തനംതിട്ട SPയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഇത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം അത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുക. മാത്രമല്ല അന്നത്തെ സാഹചര്യം, അന്നങ്ങനെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാറിപ്പറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത്രയ്ക്ക് താഴ്ന്നു പറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും സന്നിധാനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുക. അക്കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര സുരക്ഷാ വീഴ്ച എന്നുള്ളതിന്റെ ആ സ്വഭാവം കുറച്ചുകൂടി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുക. ഒപ്പം തന്നെ സമാന്തരമായി കോസ്റ്റ് ഗാർഡും അവരുടെ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ അന്വേഷണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം അവർ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇതൊരു സുരക്ഷാ വീഴ്ചയുടെ പ്രശ്നമല്ല, അതൊരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു മാറ്റം മാത്രമാണ്. റഡാർ സംവിധാനത്തിലായിരുന്നില്ല അന്ന് ഹെലികോപ്റ്റർ പറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സ്വാഭാവികമായിട്ടും കാലാവസ്ഥ, അതായത് മേഘാവൃതമായ ആകാശം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മാറ്റം മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 6000 അടി മുകളിൽ പറന്നതാണ്. പക്ഷെ പിന്നീടാണ് ഈ കാലാവസ്ഥയുടെ പ്രശ്നം വന്നുകൊണ്ട് ഇത്തരത്തിൽ ഉണ്ടായതെന്നുള്ളതാണ്. അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ശരി, കോസ്റ്റ് ഗാർഡ് പറന്നു എന്ന് മാത്രമല്ല അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതിലൊന്നും വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണെന്നാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്.